തെസ്നി ഖാൻ വേഴ്സസ് ഐശ്വര്യ ചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ വേദിയിൽ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന തെസ്നി ഖാന്റെ കമന്റ് വൈറലാണ്. മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അത് കൂട്ടിയിരുന്നു. ഇത് ഐശ്വര്യ ചന്ദ്രൻ പുതിയൊരു സിനിമയിലെ നായികയാണ്. നല്ല ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ഇൻഫ്ലുവൻസർ ആണ്. തെസ്നി ഖാൻ നമുക്ക് ഏറെ പ്രിയപ്പെട്ട പല ദശാബ്ദങ്ങളായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കലാകാരിയാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടുപേരും ഉയർത്തുന്ന ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംവാദമാണ് നമ്മൾ പരിശോധിക്കുന്നത്. പൊതുവെ നമ്മളെ സമൂഹത്തിൽ ചെയ്യുന്നത് തെസ്നി ഖാൻ ഇങ്ങനെ പറയുമ്പോഴും ഐശ്വര്യ ചന്ദ്രന്റെ ഡ്രസ്സിംഗ് ഈ പാറ്റേണിലാവുമ്പോഴും രണ്ടുപേരെയും അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ്. ഒന്നെങ്കിൽ തെസ്നി ഖാന് തന്തവൈബാണ്, തള്ളവൈബാണ്, അവരൊക്കെ ഗതകാലത്തിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അവരെ അവഹേളിക്കുകയും മാറ്റി നിർത്തുകയും അവരുടെ വാദഗതികൾ പരിശോധിക്കാതിരിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ മറുഭാഗത്ത് ഐശ്വര്യ ചന്ദ്രൻ അടക്കമുള്ളവർ അവളുടെയൊക്കെ ഡ്രസ്സ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മോശമായ രീതിയിൽ കമന്റ് ചെയ്യുക. അങ്ങനെയല്ല, ഇതൊരു ജെനുവിൻ ഡിബേറ്റാണ്, ഒരു ജെനുവിൻ സംവാദമാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ സമൂഹം കൂടുതൽ ലിബറൽ ആവുന്നതോടുകൂടി, കൂടുതൽ മോഡേൺ ഇൻ കോട്ട്സ് ആവുന്നതോടുകൂടി ഈ ഡിബേറ്റ്സ് കൂടുതൽ വരും. അതായത് ഈ ഡിബേറ്റിന്റെ ആത്മാംശം നിങ്ങൾക്ക് ആരെയും വേണമെങ്കിൽ പിന്തുണയ്ക്കാം. ബഹുമാന പുരസ്സരം രണ്ടുപേരെയും, ഒന്നെങ്കിൽ തെസ്നി ഖാനെ പിന്തുണയ്ക്കാം അല്ലെങ്കിൽ ഐശ്വര്യ ചന്ദ്രനെ പിന്തുണയ്ക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഐശ്വര്യ ചന്ദ്രൻ വളരെ നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇടുന്ന ഒരു ഹൈ എൻഡ് ലൈഫ് സ്റ്റൈൽ അടക്കം അതിനെക്കുറിച്ച് കണ്ടന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരുടെ ഒന്ന് രണ്ട് കണ്ടന്റ് ഞാൻ നോക്കുകയുണ്ടായി, വളരെ നല്ലതാണ്. അവർ ഈ ഫോട്ടോ പങ്കുവെച്ചായിട്ടും ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ വിവാദങ്ങൾ വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ കോൺട്രവേഴ്സി വന്നപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഒരു വിവാദം വേണ്ട എന്ന് വിചാരിച്ചായിരിക്കാം. അത് അവരുടെ മാന്യത. തെസ്നി ഖാനും അതേപോലെ വളരെ ജെനുവിൻലി കമന്റ് ചെയ്തതാണ്. അപ്പൊ ഇവരെ ബഹുമാനിച്ചുകൊണ്ട് രണ്ടുപേരും ഉയർത്തുന്ന വാദഗതികൾ പരിശോധിക്കാം. അതായത് ഈ പാറ്റേൺ ഡ്രസ്സാണ്, ഈ ഒരു ഡ്രസ്സാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ റിവീൽ ചെയ്യുന്ന ഡ്രസ്സാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആരോപണം, അല്ലെങ്കിൽ തെസ്നി ഖാന്റെ വാദത്തിന്റെ മുൾമുന എങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ആധുനിക തലമുറയിലെ പെൺകുട്ടികൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അൺമൈൻഡ്ഫുൾ ആണ്. അത് അൺമൈൻഡ്ഫുൾ ആകണോ വേണ്ടയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ ഡിബേറ്റ്. അതായത് കുറച്ചുകൂടെ മോഡേൺ ആയ, റിവീലിംഗ് ആയ, നെക്ക് ലൈൻ വളരെ താഴ്ന്ന ഡ്രസ്സുകൾ ഇടുന്നത് ഇന്ന് വളരെ ഒരു പാറ്റേൺ ആണ്. അപ്പം തെസ്നി ഖാൻ റേസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്, അത് മുഖ്യമന്ത്രിയെ പോലൊരാൾ, അതായത് കുറച്ചുകൂടെ ഫോർമൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ സീനിയേഴ്സ് ആയ മുഖ്യമന്ത്രി പോലുള്ള ആൾക്കാർ വരുന്ന ഒരു വേദിയിൽ ചെയ്യാമോ. എനിക്ക് തോന്നുന്നു ഇടിമണ്ണിക്കൽ എന്ന് പറഞ്ഞ ജുവലേഴ്സിന്റെ ഉദ്ഘാടനത്തിനാണ് ഈ ഡ്രസ്സ് അവർ ധരിച്ചത്. അപ്പോൾ അത് ജുവലേഴ്സിന്റെ ഡ്രസ്സ് അല്ലേ, അല്ലെങ്കിൽ ഒരു ജുവലറി പോലെ ഫാഷനബിൾ ആയ ഒരു സ്ഥലമല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചൂടെ, അവിടെ മുഖ്യമന്ത്രി വന്നില്ലായിരുന്നെങ്കിൽ ഓക്കെ ആണോ, തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളുണ്ട്. അവിടെയാണ് ഇതൊരു ജെനുവിൻ ഡിബേറ്റ് ആകുന്നത്. അവിടെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ടേക്കും കൂടുതൽ പറയാം. അതായത് രണ്ട് കാര്യങ്ങളാണ്. പെൺകുട്ടികൾക്ക് എന്ത് വസ്ത്രം ധരിക്കാനും അവർക്ക് അവകാശമുണ്ട്, ആൺകുട്ടികൾക്കും എന്ത് വസ്ത്രം ധരിക്കാനും അവർക്ക് അവകാശമുണ്ട്. പക്ഷേ സാഹചര്യവും കോണ്ടെക്സ്ച്വലും ആണെങ്കിൽ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് മുമ്പ് ഞാൻ വളരെ ആദരവോടെ തന്നെ ഹണി റോസിനെ അല്ലെങ്കിൽ അമല പോളിനെ ഒരു കോളേജിലെ പരിപാടിക്ക് പോകുന്നതിലെ ഡ്രസ്സിലെ വിമർശിച്ചതിന്റെ ഒക്കെ ഒരു കോറെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ, ഫ്രണ്ട്സിനോടൊത്തുള്ള പാർട്ടിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു DJ പാർട്ടിക്ക് പോകുമ്പോൾ, നൈറ്റ് ക്ലബിൽ പോകുമ്പോൾ, ഒരു ആഘോഷത്തിന് പോകുമ്പോൾ ഇടുന്ന വസ്ത്രങ്ങൾ പോലെയാണോ ഒരു പൊതുപരിപാടിയിൽ പോകേണ്ട വസ്ത്രങ്ങൾ? ഇതാണ് അതിലെ ഒരു കോർ ക്വസ്റ്റ്യൻ. അതൊരു സദാചാര ആംഗിളിനേക്കാൾ, അമ്മാവൻ വൈബിനേക്കാൾ കുറെ കൂടെ പ്രൊപ്രൈറ്റി അല്ലെങ്കിൽ കുറെ കൂടെ സാഹചര്യത്തിന് അനുകൂലമായ വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളാണ്. ആ സാഹചര്യത്തിന് അനുകൂലമായ വസ്ത്രം വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ ഉദാഹരണം, ഒരു പയ്യൻ, ഒരു ബോയ് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന വളരെ റിവീലിംഗ് ആയ ഒരു ഷർട്ടും സ്ലീവ്ലെസ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു ആണിട്ടുകൊണ്ട് വരികയാണെങ്കിൽ അതിനൊന്നെങ്കിൽ വിമർശനമോ അതിനൊന്നല്ലെങ്കിൽ കളിയാക്കലോ ഒക്കെ ഉണ്ടാവും. അപ്പം പെൺകുട്ടികൾ എന്ത് വസ്ത്രം ധരിച്ചാലും അതിന് ആശയപരമായി, വ്യക്തിപരമായിട്ടല്ല ആശയപരമായി വിമർശിച്ചൂടാ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്നാൽ മാറുന്ന അഭിരുചികൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം, മാറുന്ന താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം. പക്ഷെ ഞാൻ കൂടുതൽ ലീനിങ് തെസ്നി ഖാന്റെ പോയിന്റിനോടാണ്. കാര്യം, സാമൂഹിക പരിപാടികളിൽ പോകുമ്പോൾ ഒരുപാട് റിവീലിംഗ് ആയ, അല്ലെങ്കിൽ ഒരുപാട് സമൂഹത്തിൽ വിമർശനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്ത്രങ്ങളെക്കാൾ കൂടുതൽ നല്ലത് കുറെ കൂടെ ക്ലാസി ആൻഡ് എലഗന്റ് വസ്ത്രങ്ങളാണ്. നേരെ തിരിച്ച്, ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, പർദ്ദ ഇട്ടുകൊണ്ട് ആരും നൈറ്റ് ക്ലബ്ബിൽ പോകണമെന്ന് പറയുന്നില്ല. പർദ്ദ ഇട്ടുകൊണ്ട് നൈറ്റ് ക്ലബ്ബിൽ പോയാൽ, അല്ലെങ്കിൽ ഹാഫ് സാരി ഉടുത്ത്, ധാവണി ഉടുത്ത്, നല്ല മലയാളി മങ്കിയായിട്ടും മറ്റേ കസ ഉടുത്ത് പോകണമെന്ന് പറയുന്നില്ല. കാര്യം അത് ആ സാഹചര്യത്തിനും സന്ദർഭത്തിനും യോജിക്കാത്തതാണ്. അപ്പൊ സാഹചര്യത്തിനും സന്ദർഭത്തിനും യോജിച്ച വസ്ത്രധാരണം വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾ ആരോടാണ് കൂടുതൽ യോജിക്കുന്നത്? തെസ്നി ഖാനോടാണോ ഐശ്വര്യ ചന്ദ്രനോടാണോ? രണ്ടുപേരും കലാകാരികളാണ്. രണ്ടുപേരെയും ബഹുമാനത്തോടെ നമുക്ക് അവരുടെ നിലപാടുകളെ വിമർശിക്കാം അല്ലെങ്കിൽ പരാമർശിക്കാം.